ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 25 ഡോക്ടർ അംബേദ്കർ നടത്തിയ അവസാനത്തെ പ്രസംഗം വളരെ പ്രസക്തമാണ്. ഈ പ്രസംഗത്തിൽ കൂടി വർഷങ്ങളോളം നൂറുകണക്കിന് മഹാരഥന്മാർ ചർവണം ചെയ്ത് മുന്നോട്ട് വെച്ച നമ്മുടെ മഹത്തായ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ വന്നേക്കാവുന്ന ചില പ്രശ്നങ്ങളെ ഉത്കണ്ഠയോടെ അംബേദ്കർ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഈ പ്രസംഗം വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായി എന്നും നിലനിൽക്കും. വർത്തമാനകാല ഭാരതത്തിൽ ഈ പ്രസംഗം വീണ്ടും വീണ്ടും പുനർവായിക്കേണ്ടതിൻ്റെയും ചർച്ച ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകത വർദ്ധിക്കുകയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പ്രസംഗം മുന്നോട്ട് വെക്കുന്ന ആശയം പലതരം ചിന്തകൾക്കും സാമൂഹ്യ ചർച്ചകൾക്കും ഇക്കാലത്തും ഇടയാവേണ്ടതുണ്ട്. അംബേദ്കർ പ്രസംഗത്തിൻ്റെ അവസാന പാദത്തിൽ മുന്നോട്ട് വെച്ച ഉത്കണ്ഠകൾ സാമൂഹിക രാഷ്ട്രീയ പ്രതിസന്ധികളായി ഉയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മഹത്തായ ഭരണഘടനയുടെ യഥാർത്ഥ സംരക്ഷണം ഇത്തരം ചർച്ചയിൽ നിന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിദ്യാഭ്യാസ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റത്തെ കൂടി ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. വളരെയേറെ ആഴത്തിലും പരപ്പിലും ഭാരതത്തെ മനസ്സിലാക്കിയ ദൂരക്കാഴ്ചയുള്ള ചിന്തകൻ എന്ന നിലയിലാണ് അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ കാണേണ്ടത്. വർഷങ്ങൾ കഴിയുമ്പോൾ വന്നുചേരാൻ സാധ്യതയുള്ള അപകടങ്ങളെ ആശങ്കയുടെ രൂപത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹം ഇത്തരം ഉത്കണ്ഠയിൽ നിന്ന് മുക്തമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കാനുള്ള മുന്നറിയിപ്പായാണ് ഈ പ്രസംഗം നടത്തുന്നത്. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ ഉൾക്കൊള്ളേണ്ടവർ പലരും ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് സമകാലീന കാലത്ത് രാഷ്ട്രം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അംബേദ്കറെ വേണ്ടതിനും വേണ്ടാത്തതിനും ഉദ്ധരിക്കുകയും ഭരണഘടനയെ രാഷ്ട്രീയ സമരത്തിൻ്റെ പരിചയാക്കുകയും ചെയ്യുന്നവർ പലരും അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നതായി കാണുന്നില്ല. മാത്രമല്ല, ഇവരുടെ പ്രവർത്തനങ്ങളിൽ അംബേദ്കറിൻ്റെ ആശങ്കകളെ കൂടുതൽ ആശങ്കാജനകമാക്കി ദേശസ്നേഹികൾക്ക് മുന്നിൽ അപകടകരമായ സാഹചര്യത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഭരണഘടനയുടെ വലിപ്പം, നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാലദൈർഘ്യം തുടങ്ങിയവ വിശദീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മത്തെയും ക്രിയാത്മക സമീപനത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അംബേദ്കർ നടത്തുന്ന പരാമർശങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭരണഘടനാ അസംബ്ലി വെറും ഒരു ജനക്കൂട്ടമായി സിമൻ്റ് ഇല്ലാത്ത നടപ്പാതയാക്കി ഇവിടെ ഒരു കറുത്ത കല്ലും അവിടെ ഒരു വെളുത്ത കല്ലും പോലെ മാത്രമായിരുന്നെങ്കിൽ, ഓരോ അംഗവും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പും സ്വയം ഒരു നിയമമായിരുന്നെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ദൗത്യം വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാകുമായിരുന്നു. എല്ലാ അംഗങ്ങളും പാർട്ടി അച്ചടക്കത്തിന് മാത്രം വഴങ്ങിയിരുന്നെങ്കിൽ ഈ ഭരണഘടനാ അസംബ്ലിയുടെ നടപടികൾ വളരെ വിരസമാകുമായിരുന്നു. പാർട്ടി അച്ചടക്കം അതിൻ്റെ എല്ലാ കാഠിന്യത്തിനും ഈ അസംബ്ലിയെ അതേ പാർട്ടിക്കാരുടെ ഒരു സമ്മേളനമാക്കി മാറ്റുമായിരുന്നു. രാഷ്ട്രീയ പാർട്ടി നയങ്ങൾക്കും ആശയങ്ങൾക്കും അപ്പുറത്ത് ജനാധിപത്യ സഭകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ അംഗങ്ങൾക്കും ഉണ്ടാവേണ്ട ദേശീയ പ്രതിബദ്ധതയെ ഊന്നിപ്പറയാൻ ഇവിടെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. സമീപകാലത്തെ പ്രതിപക്ഷ സമീപനം അംബേദ്കറുടെ ജനാധിപത്യ സമീപനത്തിൽ നിന്ന് എത്ര കണ്ടകലെയാണെന്ന് ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളുടെയും പാർട്ടികളുടെയും ആശ്രയിച്ചാണ് ഭരണഘടനയുടെ നിലനിൽപ്പ്. പ്രസംഗത്തിൽ അംബേദ്കർ ഇക്കാര്യം അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന കക്ഷികൾ ദേശീയ സമീപനമില്ലാതെ വെറും അധികാര രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായാൽ ഉണ്ടാവുന്ന വെല്ലുവിളികളെയും ഭരണഘടനയുടെ തെറ്റായ വ്യാഖ്യാനങ്ങളെയും ഈ ഒരു അർത്ഥത്തിൽ നോക്കിക്കാണേണ്ടതാണ്. നിയമനിർമ്മാണ സഭ എന്നത് വെറും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വേദിയല്ല എന്നും അതിനുപരിയായി ഒരു ദേശീയ സമീപനം മുന്നോട്ട് വെക്കേണ്ട ഇടമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഡോക്ടർ അംബേദ്കർ രാഷ്ട്രത്തെയും ഭരണഘടനയുടെ ഭാവിയെയും പറ്റി പലതരത്തിലുള്ള തൻ്റെ ഉത്കണ്ഠകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ച ഉത്കണ്ഠ എല്ലാ കാലത്തും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. പ്രസംഗത്തിൽ ഭരണഘടന പരാജയപ്പെടാനുള്ള സന്ദർഭമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താഴെ പറയുന്നത്. ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് ചിലപ്പോൾ മോശമായി തീരും. കാരണം അത് നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർ മോശക്കാരായിരിക്കും. ഒരു ഭരണഘടന എത്ര മോശമാണെങ്കിലും അത് നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർ നല്ലവരാണെങ്കിൽ അത് നല്ലതായി മാറുകയും ചെയ്യും. നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തുടങ്ങിയ സംവിധാനങ്ങൾ മാത്രമേ ഭരണഘടനയ്ക്ക് രൂപീകരിക്കാൻ കഴിയൂ. ഈ സംവിധാനങ്ങളുടെ പ്രവർത്തനം ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ ജനത്തെയും അവരുടെ ആഗ്രഹങ്ങളെയും രാഷ്ട്രീയവും നടപ്പിലാക്കുന്നതിനുള്ള ഉപകരണങ്ങളായി അവർ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമാണ്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം, സ്ഥാനാർത്ഥിയുടെ കഴിവ്, അവരുടെ നാടിനോടുള്ള കൂറ് എല്ലാം പ്രധാനമാണ്. കഴിവ്, സമീപനം, ആശയം ഇവയെല്ലാം നടപ്പിലാക്കപ്പെടുന്ന സമയത്ത് ഭരണഘടനയെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും നയിക്കും. കഴിഞ്ഞ 75 വർഷക്കാലത്തിനിടയിൽ ഇവ രണ്ടും നാം കണ്ടു കഴിഞ്ഞു. ചരിത്രം ആവർത്തിക്കുമോ? ഈ ചിന്തയാണ് എന്നെ ഉത്കണ്ഠയിൽ നിറയ്ക്കുന്നത്. ജാതികളുടെയും
മതങ്ങളുടെയും രൂപത്തിലുള്ള നമ്മുടെ പഴയ ശത്രുക്കളെ കൂടാതെ വൈവിധ്യമാർന്നതും പരസ്പര വിരുദ്ധവുമായ രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികൾ നമുക്കുണ്ടാകാൻ പോകുന്നുവെന്ന വസ്തുത തിരിച്ചറിയുമ്പോൾ ഈ ഉത്കണ്ഠ വർദ്ധിക്കുന്നു. ഭാരതത്തിൽ കാലങ്ങൾക്ക് മുന്നേ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ സത്യസന്ധതയും സഹപ്രവർത്തകർ തമ്മിലുള്ള വിശ്വാസവുമൊക്കെ പ്രസക്തമാണ്. സ്വതന്ത്രപൂർണമായ സമൂഹത്തിൻ്റെ എല്ലാ മേന്മയും അന്ന് സമൂഹത്തിനുണ്ടായിരുന്നു. എന്നാൽ യുദ്ധരംഗത്തും ഭരണരംഗത്തും സാമൂഹിക ജീവിതത്തിലും സഹപ്രവർത്തകർ എന്ന നിലയിലുള്ള സഹവർത്തിത്വം നഷ്ടപ്പെട്ടപ്പോൾ ഭാരതം അടിമത്തത്തിലേക്ക് വഴുതി വീണു. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട പലരും സഹപ്രവർത്തക മനോഭാവത്തോടെ പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല, ചതിയുടെ മാർഗത്തിലൂടെ ശത്രുക്കൾക്ക് ആയുധവുമായി മാറി. ഇത്തരം വഞ്ചനയുടെ ചരിത്രത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അംബേദ്കർ പറയുന്നത് ഇപ്രകാരമാണ്: പൃഥ്വിരാജനെതിരെ ഇന്ത്യ ആക്രമിക്കാൻ മുഹമ്മദ് ഘോറിയെ ക്ഷണിച്ച രാജാവ് ജയചന്ദ്രൻ, ശിവാജിയെ വേണ്ട സമയത്ത് സഹായിക്കാതെ ഔറംഗസേബിന് സഹായം ചെയ്ത മറാഠ പ്രഭുക്കന്മാർ, ബ്രിട്ടീഷുകാരുമായി പോരാടാൻ സിഖ് ഭരണാധികാരികൾക്ക് സഹായമായി മാറിയ ഗുലാബ് സിംഗ്, ഇവരെല്ലാം ഭാരതത്തെ അടിമത്തത്തിലേക്ക് നയിച്ച ചതിപ്രയോഗത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുപോക്കിനെ ബാധിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സാമൂഹിക പ്രശ്നമായി ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത് ജാതീയ ഉച്ചനീചത്വങ്ങളും ബിംബവത്കരണവുമാണ്. സാമൂഹിക സഹവർത്തിത്വവും സമാജ സമരസതയും നേടിയെടുക്കാനുള്ള പ്രവർത്തനം പ്രധാനമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വീരപരിവേഷവും കുടുംബാധിപത്യവുമൊക്കെ ജനാധിപത്യത്തെ സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുന്ന മുന്നറിയിപ്പും ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. സാമൂഹിക ജനാധിപത്യത്തിൻ്റെ അടിത്തറയിൽ സ്ഥിതി ചെയ്യുന്നില്ലെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കില്ല. സാമൂഹിക ജനാധിപത്യം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ജീവിത തത്വങ്ങളായി അംഗീകരിക്കുന്ന ഒരു ജീവിത രീതി എന്നാണ് ഇതിനർത്ഥം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇവയിലൊന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർപ്പെടുത്തുന്നത് ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യത്തെ തന്നെ പരാജയപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന അർത്ഥത്തിൽ അവർ സ്ത്രീത്വത്തിൻ്റെ ഒരു യൂണിയൻ രൂപപ്പെടുത്തുന്നു. സമത്വമില്ലെങ്കിൽ സ്വാതന്ത്ര്യം പലരുടെയും മേൽ ചുരുക്കം ചിലർക്ക് ആധിപത്യം സൃഷ്ടിക്കും. സാഹോദര്യമില്ലെങ്കിൽ സ്വാതന്ത്ര്യം പലരുടെയും മേൽ ചുരുക്കം ചിലർക്ക് ആധിപത്യം സൃഷ്ടിക്കും. സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും ഒരു സ്വാഭാവിക ഗതിയായി മാറില്ല. ഭരണഘടനയുടെ സംരക്ഷണത്തിൻ്റെ ശരിയായ വഴി വളരെ വ്യക്തമായി അംബേദ്കർ വിശദീകരിക്കുന്നുണ്ട്. ഭരണഘടനാപരമായ സമീപനത്തിൽ കൂടി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് ഭരണഘടനാ സംരക്ഷണത്തിനായി നാം ആദ്യം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ജനാധിപത്യം പേരിൽ മാത്രമല്ല, വാസ്തവത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഭരണഘടനാപരമായ രീതികൾ മുറുകെ പിടിക്കുക എന്നതാണ്. അതിനർത്ഥം വിപ്ലവത്തിൻ്റെയും രക്തരൂക്ഷിതമായ രീതികൾ നാം ഉപേക്ഷിക്കണം എന്നാണ്. അതായത് സിവിൽ നിയമലംഘനം, നിസ്സഹകരണം, സത്യാഗ്രഹം തുടങ്ങിയ സമര സമീപനങ്ങൾ തന്നെ നാം ഉപേക്ഷിക്കണം. സാമ്പത്തികവും സാമൂഹികവുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഭരണഘടനാപരമായ രീതികൾക്ക് ഒരു വഴിയും അവശേഷിക്കാത്തപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ രീതികൾക്ക് ധാരാളം ന്യായീകരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിൽക്കുന്നിടത്ത് ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ രീതികൾക്ക് ന്യായീകരണമില്ല. ഈ രീതികൾ അരാജകത്വത്തിൻ്റെ നീതീകരണമല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ സമീപകാലത്ത് ഭരണഘടനാ പദവികളായ ഗവർണർ, രാഷ്ട്രപതി തുടങ്ങിയ സ്ഥാനങ്ങളെയും പരമോന്നത നീതിന്യായ കോടതി, ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളെയും കടന്നാക്രമിക്കുക, ഇത്തരം കേന്ദ്രങ്ങളിൽ വിശ്വാസമില്ലെന്ന് പറയാതെ പറയുക, ഇതെല്ലാമാണ് ഭരണഘടനാ സംരക്ഷണ പ്രവർത്തനമായി ചിലർ ഉയർത്തി കാണിക്കുന്നത്. നിരവധി ഭരണഘടനാ മാർഗങ്ങൾ ഉണ്ടെന്നിരിക്കെ അതെല്ലാം നോക്കുകുത്തിയാക്കി പ്രക്ഷോഭത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഭരണഘടനാപരമായ സാമൂഹ്യ മുന്നേറ്റത്തിന് ഒരു കാലത്തും ശരിയായ മാർഗമല്ലെന്ന് മാത്രമല്ല, ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണെന്നും വരുന്നു. നീതീകരിക്കാൻ പറ്റാത്ത ഇത്തരം സമീപനങ്ങൾ ഭരണഘടനാ ശില്പിയായ അംബേദ്കറിൻ്റെ ആശയ സമീപനങ്ങളിൽ നിന്നും നേർവിപരീതവും തെറ്റായതുമാണെന്ന് വളരെ വ്യക്തമാണ്. അംബേദ്കറിൻ്റെ ഓർമ്മകളും വാക്കുകളും എപ്പോഴെങ്കിലും അത്തരക്കാർക്ക് ശരിയായ മാർഗം നൽകാൻ പ്രേരണയാകുമെന്ന് പ്രതീക്ഷിക്കാം.